ചായക്കപ്പ് ആ വീട്ടമ്മയുടെ അടുക്കൽ ചോദിച്ചു, ഞാൻ ഇത്ര മനോഹരമായ, കണ്ണിന് ആനന്ദം പകരുന്ന ഇത്ര മനോഹരമായ ചായക്കപ്പായതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്, ആ കഥ അമ്മയ്ക്ക് കേൾക്കണോ എന്ന് ചായക്കപ്പ് അമ്മയുടെ അടുക്കൽ ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഇത്ര മനോഹരമായ ചായക്കപ്പായ കഥ കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, ആ കഥ നീ എന്റെ അടുക്കൽ പറയാൻ പറഞ്ഞു. അപ്പോൾ ആ കഥയിലൂടെയാണ് നമ്മൾ ഈ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. സ്റ്റോറി ഓഫ് എ ടീ കപ്പ്. ഞാൻ ജീവിതത്തിൽ വെറും ചെളിക്കൂമ്പാരം മാത്രമായിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. ആ സമയത്ത് എന്റെ മാസ്റ്റർ, എന്റെ ഗുരുനാഥൻ ആ ചെളിക്കൂമ്പാരത്തിൽ നിന്ന് എന്നെ വളരെ സാവകാശം പുറത്തേക്കെടുത്തു. അദ്ദേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് എന്നെ നന്നായിട്ട് ഇങ്ങനെ മോൾഡ് ചെയ്തു, ഷേപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് ശരിക്കും വേദനിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പറഞ്ഞു, ഈ പ്രോസസ്സ് ഒന്ന് നിർത്തൂ, ഈ പ്രക്രിയ ഒന്ന് അവസാനിപ്പിക്കൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോട്ട് യെറ്റ്, ഇതുവരെ ആയിട്ടില്ല എന്ന് എന്റെ മാസ്റ്റർ എന്റെ അടുക്കൽ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, എന്നെ ഒരു കറങ്ങുന്ന പൽച്ചക്രത്തിന്റെ മുകളിൽ കൊണ്ടുവച്ചു. അതിലിരുത്തി എന്നെ ഇങ്ങനെ കറക്കി കറക്കി ഞാൻ ശരിക്കും ഒരു രോഗിയായി തീർന്നു. ഞാൻ വിചാരിച്ചു എന്റെ കാര്യം കഴിയാൻ പോവുകയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് അവസാനിപ്പിക്കൂ. അദ്ദേഹം പറഞ്ഞു, നോട്ട് യെറ്റ്, ഇതുവരെ ആയിട്ടില്ല എന്ന് എന്റെ മാസ്റ്റർ എന്റെ അടുക്കൽ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അതികഠിനമായ ഒരു തീച്ചൂളയിലേക്ക് എന്നെ കൊണ്ടുവച്ചു. ആ ചൂളയുടെ ചൂട് സഹിക്കാൻ കഴിയാതെ ഞാൻ അതിനകത്തിരുന്ന് ഇങ്ങനെ വെന്തുരുകാൻ തുടങ്ങി. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് അവസാനിപ്പിക്കൂ. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഇതുവരെ ആയിട്ടില്ല, നോട്ട് യെറ്റ്. എന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയി. രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ഞാൻ അതിനകത്ത് വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ടിരിക്കെ അദ്ദേഹം ആ ഗ്ലാസ് വാതിൽ ഇങ്ങനെ വളരെ സാവകാശം തുറന്നു. എന്നിട്ടൊരു കണ്ണാടി കൊണ്ടുവന്നിട്ട് എന്റെ അടുക്കൽ പറഞ്ഞു, നീ കണ്ണാടിയിലേക്ക് നോക്കൂ. ഞാൻ ആ കണ്ണാടിയിലേക്ക് നോക്കി. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മനോഹരമായ നല്ല ഒരു ചായക്കപ്പായി മാറിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ, 2-3 പോയിന്റുകൾ എന്റെ അടുക്കൽ പറഞ്ഞു തന്നു. നീ വെറും ചെളിക്കൂമ്പാരം മാത്രമായി കിടന്ന സമയത്താണ് ഞാൻ പുറത്തേക്കെടുത്ത് എന്റെ കരങ്ങൾ കൊണ്ട് നിന്നെ മോൾഡ് ചെയ്തത്, ഷേപ്പ് ചെയ്തത്. അപ്പോൾ നിനക്ക് വേദനിച്ചിട്ടുണ്ട്, അതെനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നീ ജീവിതത്തിൽ ഇപ്പോഴും വെറും ചെളിക്കൂമ്പാരം മാത്രമായിട്ട് അങ്ങനെ കിടന്നു പോയത്. അങ്ങനെ കിടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ആദ്യമായിട്ട് കരങ്ങൾ കൊണ്ട് മോൾഡ് ചെയ്ത് ഷേപ്പ് ചെയ്തത്. പൽച്ചക്രത്തിന്റെ മുകളിൽ നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ജീവിതത്തിൽ നീ ഒരുപാട് കാലം, ദീർഘകാലം നീ ജീവിച്ചിരിക്കത്തില്ലായിരുന്നു. പെട്ടെന്ന് നീ ഉടഞ്ഞു പോയത്. തീച്ചൂളയ്ക്കുള്ളിൽ നീ ഒരുപാട് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നീ ജീവിതത്തിന്റെ ശക്തമായ സമ്മർദ്ദങ്ങളെ നേരിടുവാനുള്ള മാനസികമായ ഒരു കരുത്ത് നിനക്ക് ലഭിക്കത്തില്ലായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോസസ്സിലൂടെ നിന്നെ കടത്തിക്കൊണ്ടുപോയി മനോഹരമായ ഒരു ചായക്കപ്പാക്കി നിന്നെ മാറ്റിയത്. സോ ഈ കഥ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം, ലൈഫിൽ, ജീവിതത്തിൽ ഇതേപോലെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ, ഒരുപാട് പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോഴാണ് നമ്മൾക്ക് മനോഹരമായ ചായക്കപ്പുകളായി മാറുവാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ അങ്ങനെ മനോഹരമായ ചായക്കപ്പുകളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൈത്താങ്ങ് ഭിന്നശേഷി കൂട്ടായ്മയുടെ ഈ 3ാമത് വാർഷികത്തിൽ പങ്കെടുക്കുവാൻ